ഇവിടെ മൂന്നാമത്തതാണ് ഇത് 10th CBSE എംപ്ലോയബിലിറ്റി എന്ന് പറഞ്ഞ എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്ന് പറഞ്ഞ സ്കിൽസ് എന്ന് പറഞ്ഞ ആ പുസ്തകത്തിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് പറയുന്നത്. ഇത് 12th പേജ് വരെ. അപ്പൊ ഇതിന് ഇതുവരെ ഉണ്ടായിരുന്ന തുടക്കം മുതലുണ്ടായിരുന്നത് ആ 2 വീഡിയോസിലുണ്ട്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാം. ടൈപ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഫേഷ്യൽ എക്സ്പ്രഷൻ. ഇവിടെ ഹാപ്പിനെസിന്റെയും സാഡ്നെസിന്റെയും ആങ്കറിന്റെയും സർപ്രൈസിന്റെയും ഫിയറിന്റെയും ഒക്കെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഫേഷ്യൽ എക്സ്പ്രഷന്റെ പടങ്ങളിലൂടെ കൊടുത്തിട്ടുണ്ട്. ഹൗ ടു യൂസ് എഫക്റ്റീവ്ലി. സ്മൈൽ വെൻ യു മീറ്റ് someone. Keep your face relaxed. Match your expressions with your lips. Nod while listening. അപ്പോ കേൾക്കുമ്പോൾ തലയാട്ടുന്നത്, വാക്കുകൾക്കനുസരിച്ച് എക്സ്പ്രഷൻസ്, നമ്മുടെ മുഖം റിലാക്സ്ഡ് ആക്കി വെക്കുക, ആരെങ്കിലും കാണിക്കുമ്പോൾ ചിരിക്കുക. അപ്പോ ഇതൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇത് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാറ്. പോസ്റ്റർ, സ്ട്രെയിറ്റ് ബോഡി പോസ്റ്റർ ഷോസ് കോൺഫിഡൻസ്. നിലനിൽക്കുക. നമുക്കറിയാവുന്ന കൂനിക്കൂടി വളഞ്ഞു നിൽക്കുമ്പോൾ നമുക്കെന്തോ മറക്കാനുണ്ട്, നമ്മളെന്തോ കോൺഫിഡൻ്റ് അല്ല എന്നുള്ള ഒരു മെസ്സേജാണ് പോകുന്നത്. കീപ് യുവർ ഷോൾഡേഴ്സ് സ്ട്രെയിറ്റ് ആൻഡ് ബോഡി റിലാക്സ്ഡ്. അത് നമ്മുടെ കോൺഫിഡൻസിനെ കാണിക്കും. സിറ്റ് സ്ട്രെയിറ്റ് വൈൽ റെസ്റ്റിംഗ് യുവർ ഹാൻഡ്സ് ആൻഡ് റിലാക്സ്ഡ് പൊസിഷൻ. സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്ന. വൈൽ സ്റ്റാൻഡിങ് കീപ് യുവർ ഹാൻഡ്സ് ബൈ യുവർ സൈഡ്സ്. നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കൈകൾ വശങ്ങളിൽ കീപ്പ് ചെയ്യും. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഈ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജസ്, ഈ പോസ്റ്റേഴ്സ് വെച്ച് നമ്മളുടെ ഇതും ചില കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നുണ്ട്. നമ്മളെ കൂനിക്കൂടി വളഞ്ഞു കുത്തിയാണ് ഇരിക്കുന്നത്, മുഖത്ത് നോക്കി എല്ലാം സംസാരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് ഈ പറയുന്ന കാര്യം സത്യമല്ല, മെസ്സേജാ കൊടുക്കുന്നത്. ഗസ്റ്റേഴ്സ് ഇൻക്ലൂഡ് ബോഡി മൂവ്മെന്റ്സ് ടു എക്സ്പ്രസ് ഐഡിയ ഓർ മീനിങ്. ഗസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആംഗ്യമാണ്. റൈസിങ് എ ഹാൻഡ് ഇൻ ക്ലാസ് ടു ആസ്ക് ക്വസ്റ്റ്യൻ ആൻഡ് ബൈറ്റിംഗ് നെയിൽസ് വെൻ നെർവസ്. നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം പറയാമെന്ന് ചാടി എഴുന്നേക്കുന്ന കൈ പൊക്കുന്നത് ഒരു ഗസ്റ്ററാ, ഒരു ആംഗ്യമാണ്. എന്തെങ്കിലും ഉത്തരം പറയുമ്പോൾ ചില കുട്ടികളെങ്കിലും നഖം കടിക്കാറുണ്ട്. അപ്പോൾ കീപ് യുവർ ഹാൻഡ്സ് ഓപ്പൺ, അത് കോൺഫിഡൻസ് ആണ്. നമ്മൾ ആ ഒരു വ്യക്തിയെ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കാതിരിക്കുക. Tilt your head a bit to show that you are attentive. തല ചെരിച്ചു പിടിച്ച് മറ്റേയാൾ പറയുന്നത് കേൾക്കാൻ തയ്യാറായി നിൽക്കുക. അത് അറ്റൻറ്റീവ്നെസ്സിന്, നമ്മുടെ ശ്രദ്ധയെ കാണിക്കും. അതേപോലെ തന്നെ ടച്ച്, നമ്മൾ കൈ കൂട്ടി മുട്ടിക്കാറുണ്ട് അല്ലെ. ഒരു ഫേം ഹാൻഡ് ഷേക്ക് ടു ഡിസ്പ്ലേ കോൺഫിഡൻസ് ആൻഡ് പാറ്റ് ഓൺ ബാക്ക് ടു എൻകറേജ്. ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഹാൻഡ് ഷേക്ക് കൊടുക്കുക, അത് കോൺഫിഡൻസിനെയും പുറത്ത് തട്ടുന്നത് എൻകറേജ്മെന്റിനെയും കാണിക്കും. ഷേക്ക് ഹാൻഡ്സ് ഫേംലി വൈൽ മീറ്റിംഗ് സം. അവോയ്ഡ് അതർ ടച്ച് ഗസ്റ്റേഴ്സ് ഡ്യൂറിംഗ്.
അപ്പൊ ബാക്കിയുള്ള ടച്ച് ഒന്നും പാടില്ല. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. സ്പേസ്. സ്പേസ് ഈസ് ദ ഫിസിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു. നമ്മൾ പരിചയമുള്ള വ്യക്തികൾ തമ്മിലുള്ള അകലം. Space between two persons while communicating generally depends on intimacy or closeness between them. വളരെ അടുത്ത് നിന്ന് സംസാരിക്കുകയാണ് മനസ്സിലാവും അവർ വളരെ ക്ലോസ് ആണ്. മെയിൻറ്റെയിൻ പ്രോപ്പർ സ്പേസ് ഡിപ്പെൻഡിങ് ഓൺ റിലേഷൻഷിപ്പ്. അപ്പോ പ്രോപ്പർ സ്പേസ് ആ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. Which could be formal or informal, or the closeness with the person with whom you are talking. Intimacy കാണിക്കും. Eye contacts. The way we look at someone can communicate a lot. നമ്മൾ ഒരാളെ മുഖത്ത് നോക്കി സംസാരിക്കും. Eye contact shows that we are paying attention to the person as opposed to looking away. നമ്മൾ മറ്റുള്ളിടത്തേക്ക് നോക്കുമ്പോൾ നോക്കുന്നതിനെക്കാട്ടും കണ്ണിൽ തന്നെ നോക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു ആക്കും. Look directly at the person who is speaking. Avoid staring. തുറിച്ചു നോക്കുന്ന ഒഴിവാക്കുക. Keep a relaxed look. Maintain eye contact with the intermittent breaks. ഇനി പാരാലാംഗ്വേജ് എന്താണ്? How we speak affect our communication and improves the tone. For example, talking fast may show happiness. വളരെ വേഗത്തിൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഹാപ്പിനെസ്സിനെ കാണിക്കുന്നു, നമ്മളുടെ എക്സൈറ്റ്മെന്റ് ആവേശത്തെ കാണിക്കുന്നു, നമ്മളുടെ നെർവസ്നെസ്സിനെ കാണിക്കുന്നു. While speaking slow may show seriousness or sadness. പതുക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സ്പീഡ് ഇല്ലാണ്ട് സംസാരിക്കുമ്പോൾ അത് സീരിയസ്നെസ്സിനെയും സാഡ്നെസ്സിനെയും കാണിക്കും. അപ്പോൾ യൂസ് സൂട്ടബിൾ ടോൺ ആൻഡ് വോളിയം. മെയിൻറ്റെയിൻ എ മോഡറേറ്റ് സ്പീഡ് വൈൽ ടോക്കിംഗ്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ proves to be effective since it involves interchanging message only through images or pictures, and therefore you do not need to know any particular language for understanding it. It is simple and remain consistent across different places. Some common types of visual communication are shown. ഇത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നോ പെറ്റ് അലൗഡ്. അതായത് പട്ടിയും പൂച്ചയുടെ എല്ലാം പടം ഒരു ക്രോസ് കൊടുത്തിരിക്കും. പിന്നെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കാണിക്കാൻ അണ്ടർ കൺസ്ട്രക്ഷൻ. ഇങ്ങനെയുള്ള വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ ചെയ്യാറുണ്ട്. അടുത്ത പേജിലേക്ക് പോകാം. ഇവിടെ നോ പാർക്കിംഗ് സോൺ അവിടെ തൊട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു.